ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ 3ൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടോ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ ഒരു 6:30 മണിയാകുമ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ തുണികൾ ഇളക്കാനിട്ടു, പിന്നെ കസ്റ്റാർഡ് റെഡിയാക്കി എടുത്തു. മൻസൂർച്ച രാവിലെ പോയിട്ട് ഫ്രൂട്ട്സ്, കാടമുട്ട, കല്ലുമ്മക്കായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്ലുമ്മക്കായ അപ്പം ചൂടാൻ വേണ്ടി റെഡിയാക്കി വെച്ചു. കാടമുട്ട എല്ലാം പൂങ്ങാൻ വേണ്ടി വെക്കലാണ്. പിന്നെ ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എനിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ബൾബിൽ തേങ്ങ വറക്കുന്ന ആളെല്ലാം തന്നെ അവർക്ക് വെള്ളം കൊടുക്കണം. പിന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, ചേച്ചിക്ക് ചായ കൊടുക്കണം. പിന്നെ അതുകൊണ്ട് എന്തായാലും ഒരു 6 മണിക്ക് കിച്ചണിൽ വന്നിട്ടുണ്ട്. വന്നപ്പാടന്നെ ഞാൻ വൈകുന്നേരം നോമ്പറക്കേണ്ട പലഹാരങ്ങൾ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പെങ്ങളുണ്ട്, മൻസൂർ സാറിൻ്റെ പെങ്ങും മാപ്പിളയും മക്കളെല്ലാം ഉണ്ട് കേട്ടോ നോമ്പറക്കാൻ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഞാൻ 4 പലഹാരം 4, 3, 5 അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഏതായാലും രാവിലെ എണീച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇപ്പോൾ ചിക്കൻ പൊട്ടിത്തെറിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റാർഡ് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ തണുക്കണമല്ലോ, അതുകൊണ്ട് അതെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി എടുത്തു. അങ്ങനെ ഇതാ കാടമുട്ടെല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 4 മണി 4:45 വന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ, എല്ലാം റെഡിയാക്കി വെച്ചാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇപ്പം തന്നെ ഏതായാലും കിച്ചണിൽ വന്നിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞ് ആൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് കല്ലുമ്മക്കായ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മസാല പുരട്ടിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ തയ്യാറാ കസ്റ്റാർഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ 2 ആൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെ സ്ഥലം എവിടെ, കാസർഗോഡാണെന്ന്. പക്ഷേ എൻ്റെ കാസർഗോഡ് ജില്ല തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ നാട് കണ്ണൂർ ജില്ലയാണ് കേട്ടോ. പക്ഷേ കണ്ണൂരിൽ നിന്ന് ഫസ്റ്റും കാസർഗോഡ് നിന്ന് ലാസ്റ്റാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ജില്ല. പക്ഷേ കണ്ണൂർ ജില്ല തന്നെയാണ്. കണ്ണൂർ പോലെ കാസർഗോഡ് ലാസ്റ്റ്. ഒരു കാല് കാസർഗോഡ് ജില്ലയിൽ, ഒരു കാല് കണ്ണൂർ ജില്ലയിൽ, അതുപോലെയാണ് കേട്ടോ. എൻ്റേത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്, പക്ഷേ കാസർഗോഡല്ല കേട്ടോ. അങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈക്ക് എന്താ ബാൻഡേജ് ഇട്ടിരുന്നു. കൈക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായി, 10 കൊല്ലം അങ്ങനെ എന്തോ ആയിട്ടാ. കുറേ ഡോക്ടറെ മാറി മാറി കാണിച്ചു. ഭയങ്കര വേദനയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗുണമില്ല. ഗുളിക കഴിക്കുമ്പോൾ കുറച്ച് കുറയും, പിന്നെ ആദ്യം തുടങ്ങും കേട്ടോ. അങ്ങനെ കൈക്ക് വേദന. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ബാൻഡേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ട് പണിയെടുക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. മറ്റേ സാരി ഇങ്ങനെ വെയിറ്റ് എടുക്കാനോ തേങ്ങ ഒലിക്കാൻ അടിക്കാൻ തുണി തിരുമ്പാൻ അങ്ങനെയൊന്നും കഴിയുന്നുണ്ടായിട്ട് കേട്ടോ. ഇപ്പോൾ കുറവുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തേങ്ങ ഒലിക്കാനൊന്നും പറ്റുന്നില്ല, മറ്റുള്ള ഒന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. കൈക്ക് ടെന്നീസ് ആൽബമാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ബാൻഡേജിലിട്ടിട്ട് ഉള്ളത്. അങ്ങനെ ഇതാ കസ്റ്റാർഡെല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പം തന്നെ റെസിപ്പി ഇടുമെന്ന് ഇൻഷാ അല്ലാഹ് ഇടാം കേട്ടോ. അങ്ങനെ കസ്റ്റർഡെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അതിന് ശേഷം പൈനാപ്പിളെല്ലാം കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ബത്തക്ക ജ്യൂസ് അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് സൂപ്പാണ് കേട്ടോ, ചിക്കൻ കോൺ സൂപ്പാണ്. അതായത് സൂപ്പെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ പിന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനെല്ലാം. അപ്പുറത്തടുപ്പിൽ ഇതാ ബീഫ് കറിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഷെയ്ക്കായിട്ട് ഇളനീർ ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇന്ന് തേങ്ങ പറിച്ചല്ലേ, അപ്പോൾ കുറേ ഇളനീറെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളനീർ ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇതാ സൂപ്പും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബീഫ് കറി റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇന്ന് ഇറച്ചി പത്തിരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം വിചാരിച്ച് ബീഫ് കറി തന്നെ ബീഫ് എടുക്കാമെന്ന് വിചാരിച്ച്, വേവിച്ച ബീഫ്. അങ്ങനെ ഇതാ കാട മുട്ടകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ റിയു തൊല്ലുന്നുണ്ട്.
ഇനിതാ ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് പിന്നെ നോമ്പല പറഞ്ഞിട്ട് ഒരു 9 കേട്ടോ അമ്മ ഭക്ഷണം കഴിക്കുമ്പം. അപ്പോൾ അതിന് കുറച്ച് മുന്നേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള റെഡിയാക്കി വെക്കലാന്ന് കേട്ടോ. പിന്നെ എണ്ണക്കടിയെല്ലാം ഒരു 4:45 ആകുമ്പം കിച്ചണിൽ വന്നിട്ട് അത് ഫ്രൈ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചെങ്കിൽ അത് ആ സമയത്ത് വന്നിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. റെഡി ഉണ്ടാക്കുന്നേ എന്തിന്റെ മുട്ട? പാമ്പിന്റെ മുട്ടയാ? നൂറാക്ക് കാടമുട്ട തൊല്ല ഭയങ്കര ഇഷ്ടം കേട്ടോ. എപ്പോഴും തൊലുന്നിട്ട് കരിയലാന്ന്. അങ്ങനെ തൊല്ലുമ്പം പറയും ഇത് പാമ്പിൻ്റെ മുട്ടയാണെന്നല്ല ചോദിക്കലാന്ന് കേട്ടോ. അപ്പോൾ പാമ്പിൻ്റെ മുട്ടയായത് എന്തെന്നല്ല ചോദിക്കും കേട്ടോ. അങ്ങനെ ഇത് ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറച്ചി ക്രഷ് ചെയ്ത് ഇറച്ചിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇറച്ചിപ്പത്തിയെല്ലാം പിന്നെ പരത്തിയിട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനിയും ഒരു 4:30 മണിയാകുമ്പം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇതാ ഒരു 4:30 മണിയാകുമ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് പഴഞ്ഞത് ഫസ്റ്റ് തന്നെ ഇളനീരെല്ലാം കൊത്തിയെടുക്കലാന്ന്. ഇന്നുണ്ടാക്കുന്ന ഇളനീർ ഷേക്കാന്ന് കേട്ടോ. അപ്പം അതിനുള്ള ഇളനീറിൻ്റെ വെള്ളവും പൾപ്പെല്ലാം എടുക്കലാന്ന്. പിന്നെ മുറിച്ച് വെക്കാനും പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. അതിനുള്ള വത്തക്കെല്ലാം മുറിച്ചെടുക്കലാന്ന്. പിന്നെ ഞാൻ നേരത്തെ തന്നെ കാടമുട്ടക്ക് മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാന്ന്. ഇത് കല്ലുമ്മക്കായ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ഇത് കല്ലുമ്മക്കായ്ക്കുള്ള മസാല റെഡിയാക്കി എടുത്തു. ഇനി ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഇതാ സമൂസ അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. സമൂസ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഇതാ ചിക്കൻ പൊട്ടിച്ചെടുത്തതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മനസ്സുറിച്ച പോള കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പോള വാങ്ങിക്കൊണ്ടതാണ്. അങ്ങനെ ഇതാ പിന്നെ അങ്ങനെ ചിക്കൻ പൊട്ടിത്തെറിച്ചതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഉന്നക്കായെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിന് ശേഷം അതാ കല്ലുമ്മക്കായെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് വെച്ചു. അങ്ങനെ അതാ ജ്യൂസിനുള്ളതും എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വത്തക്ക ജ്യൂസ് റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ഇപ്പോൾ ഓരോന്നേ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം എന്താ ടേബിളിൽ കൊണ്ടുവെക്കലാന്ന്. ഇപ്പം ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ ഇളനീർ ഷേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം അതിന് മുന്നേ എല്ലാം ടേബിളിൽ കൊണ്ടുവെക്കലാന്ന്.
ഇനി ഇതാ ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇളനീർ ഷേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തു. എല്ലാവരും നോമ്പെല്ലാം മുറിച്ച് അൽഹംദുലില്ലാ. പിള്ളേർക്ക് തട നിലത്ത് വെച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഇത് മുത്തായത്തിന് ഇതാണ് കേട്ടോ. പിന്നെ കോള, പാല്, നെയ്ച്ചോറിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് കറി അങ്ങനത്തതാണ് കേട്ടോ മുത്തായത്തിന്. അങ്ങനെ നെയ്ച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 9 കാലമായിട്ടുണ്ട്. എല്ലാവരും ഇതാ ഫുഡെല്ലാം കഴിക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.